ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ വീഴാതവണ്ണം നമുക്ക് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യൂദയുടെ ലേഖനമാണ്. യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. വിശ്വാസികൾ ദുരുപദേശങ്ങളിലേക്ക് വീഴാതവണ്ണം ഒരു ആഹ്വാനമാണ് ഈ ലേഖനത്തിലൂടെ ലേഖകൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരധ്യായം ഈ ലേഖനത്തിലുള്ളെങ്കിലും വളരെ കരുത്തേറ്റ ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചു നിൽക്കാതെ ചിലരോട് കരുണ കാണിപ്പീൻ. അതേ പ്രിയമുള്ളവരെ, ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവമക്കൾക്ക് ആമേൻ ഹല്ലേലൂയ ആഹ്വാനം നൽകിയാണ്. ദൈവിക ന്യായവിധി എന്ന തീയിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ താണ ലോകത്തിലേക്ക് ജഡ അവതാരം ധരിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ കൽപ്പനകൾ, പ്രമാണങ്ങൾ ആമേൻ ഹല്ലേലൂയ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവിക ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. ആദാമി പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ആർക്കും രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം പാപമെന്ന അഗാധ കുഴിയിലേക്ക് വീണുപോയ മനുഷ്യൻ, ആ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ദൈവപുത്രനായ ക്രിസ്തു കടന്നു വന്നു. അവിടുത്തെ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ദൈവിക ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്നത്, ദൈവം മക്കളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ ദൈവിക ദൗത്യം എന്നത് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നത്? ഇവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു, ദൈവ സ്നേഹത്തിൽ നമ്മളെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പാപമംഗലമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അനേക കറകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പറ്റുവാൻ ഇടയായിത്തീരും. എന്നാൽ അത് വിശുദ്ധിയോടും ദൈവകൃപയോടും നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിമഹത്തായ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മൾ കാത്തുകൊള്ളേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ആത്മീക വർധന നമ്മൾ ദിനംതോറും പ്രാപിക്കണം. ഈ ലോകത്തിൽ ദുരുപദേശങ്ങളും പൈശാചികമായ തന്ത്രങ്ങളും മറ്റും നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാം അനുദിനം ആത്മീക വർധന പ്രാപിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ പോരാടുന്നവരായിരിക്കണം. എങ്ങനെയാണ് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത്? ദൈവവചനത്തിൽ നിന്നുള്ള ആഴത്തിലുള്ള അറിവ്, ധ്യാനം, ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധം, പ്രാർത്ഥന ജീവിതം തുടങ്ങിയവയാണ് നമുക്ക് ആത്മീക വർധന വരുത്തുവാൻ ഇടയായിത്തീരുന്നത്. ഈ ലോകത്തിൽ ദൈവമക്കൾ ജീവിക്കുമ്പോൾ, പാപമംഗലമായ ലോകത്തിൽ, അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ ദൈവിക ഉപദേശങ്ങൾക്ക് വിപരീതമായ ദുരുപദേശങ്ങൾ എഴുന്നേറ്റിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനെ വളരെ വിവേചിച്ചറിയേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ദൈവം നൽകിയിരിക്കുന്ന ജ്ഞാനം, ദൈവവചനം നമുക്ക് നൽകിയിരിക്കുമ്പോൾ അനുനിമിഷവും നമ്മൾ ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദുരുപദേശങ്ങളിൽ നിന്നും പൈശാചികമായ തന്ത്രങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു കുഞ്ഞ് ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ കുഞ്ഞിനെ
ട്രെയിൻ ചെയ്യുന്നത് പോലെ ആയിരിക്കും തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതേ പ്രിയമുള്ളവർ, ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെട്ട ദൈവിക കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായ ദൈവ മക്കളാൽ നമ്മൾ ട്രെയിൻ ചെയ്യപ്പെടുന്നതിന് അത്യാവശ്യമായ കാര്യമാണ്. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രതികൂലങ്ങളിൽ വീഴാതെ വണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ലേഖകൻ പരിശുദ്ധാത്മാവിൽ ദൈവമക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. വീഴാതെ വണ്ണം നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്ന ഉത്തമ ബോധം നമുക്ക് എല്ലായ്പ്പോഴും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ആകയാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവമക്കളെ പോലും വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും ദൈവവചനത്തിന് അനുഷ്ഠിതമായ ജീവിതം നയിപ്പാനും പ്രാർത്ഥന ജീവിതത്തിൽ മുന്നേറുവാനും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ലഘു സന്ദേശത്തിൽ നിന്നിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.